സാമ്പത്തിക വർഷത്തിൽ 74,945 കോടി രൂപ നികുതി സംഭാവനയായി നൽകി അദാനി ഗ്രൂപ്പ്. മുൻ വർഷത്തേക്കാൾ 29% കൂടുതലാണിത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളുടെ പോർട്ട്ഫോളിയോ വഴി 58,104 കോടി രൂപയായിരുന്നു അദാനി ഗ്രൂപ്പ് സംഭാവനയായി നൽകിയത്. 74,945 കോടിയുടെ മൊത്തം നികുതിയിൽ നേരിട്ടുള്ള നികുതി 28,720 കോടിയും പരോക്ഷ നികുതി 45,407 കോടിയും മറ്റു നികുതികൾ 818 കോടി എന്നിങ്ങനെയാണ്. മുംബൈ മെട്രോ ശൃംഖല മുഴുവൻ നിർമ്മിക്കുന്നതിനുള്ള ചെലവാണ് 74,945 കോടി എന്നത്. ഒരു ആധുനിക ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനും ഈ തുക ഏതാണ്ട് പര്യാപ്തമാണ്. ഗ്രൂപ്പിന്റെ പൊതു ലിസ്റ്റ് ചെയ്ത സ്ഥാപനങ്ങളിൽ മുൻനിര സംഭാവന നൽകുന്നതിൽ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്, അദാനി സിമന്റ് ലിമിറ്റഡ്, അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്നിവ ഉൾപ്പെടുന്നു. ഗ്രൂപ്പിന്റെ 7 ലിസ്റ്റഡ് സ്ഥാപനങ്ങളായ അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്, അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ്, അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ്, അദാനി എനർജി സൊല്യൂഷൻ ലിമിറ്റഡ്, അദാനി പവർ ലിമിറ്റഡ്, അദാനി ടോട്ടർ ഗ്യാസ് ലിമിറ്റഡ്, അംബുജ സിമന്റ്സ് ലിമിറ്റഡ് എന്നിവ പ്രസിദ്ധീകരിച്ച സ്വതന്ത്ര വാർഷിക റിപ്പോർട്ടുകളിൽ ഇവ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 7 കമ്പനികളുടെ കൈവശമുള്ള മറ്റു 3 ലിസ്റ്റഡ് കമ്പനികളായ NDTV, ACC, സംഘി ഇൻഡസ്ട്രീസ് എന്നിവ അടച്ച നികുതിയും ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ ആഗോള നികുതിയുടെയും മറ്റ് സംഭാവനകളുടെയും പൂർണ്ണമായ വിശകലനങ്ങൾ നൽകുന്ന നികുതിക്കുള്ള തയ്യാറെടുപ്പിന്റെയും സമീപത്തിന്റെയും അടിസ്ഥാനം എന്ന തലക്കെട്ടിലുള്ള ഒരു രേഖയും ഗ്രൂപ്പ് അവരുടെ 7 സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആഗോള നികുതികൾ പോലുള്ള നേരിട്ടുള്ള സംഭാവനകൾ, അദാനി കമ്പനികളുടെ പോർട്ട്ഫോളിയോ വഹിക്കുന്ന തീരുവകൾ, മറ്റു ചാർജുകൾ എന്നിവ ഉൾപ്പെടുന്നു. ആഗോള നികുതികൾ പോലുള്ള പരോക്ഷ സംഭാവനകൾ മറ്റ് പങ്കാളികൾക്ക് വേണ്ടി ശേഖരിക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. സാമൂഹിക സുരക്ഷ പോലുള്ള മറ്റ് സംഭാവനകൾ ജീവനക്കാരുടെ പ്രയോജനത്തിനായി സംഭാവന ചെയ്തു. അദാനി ഗ്രൂപ്പ് നികുതി സുതാര്യതയെ അതിന്റെ വിശാലമായ ESG ചട്ടക്കൂടിന്റെ അവിഭാജ്യ ഘടകമാക്കി കണക്കാക്കുന്നു. ഈ സന്നദ്ധ സംരംഭത്തിലൂടെ സുതാര്യതയോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുക, പങ്കാളികളുടെ വിശ്വാസം വളർത്തുക, കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആഗോള നികുതി അന്തരീക്ഷത്തിലേക്ക് സംഭാവന ചെയ്യുക എന്നിവയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പ് പറയുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭൂപ്രകൃതിയെ പരിവർത്തനം ചെയ്യുന്നതിലൂടെയും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പങ്കാളികൾക്ക് ദീർഘകാല മൂല്യം സൃഷ്ടിക്കുന്നതിലൂടെയും വളർച്ചയെ സാമൂഹിക ഉത്തരവാദിത്തമായി സമന്വയിപ്പിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നത് എന്നും അദാനി ഗ്രൂപ്പ് കൂട്ടിച്ചേർത്തു. നികുതി സുതാര്യത റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. ആഗോള നികുതി പരിസ്ഥിതി ഒരു പുതിയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭാവിയിലേക്കുള്ള കമ്പനികൾ സ്വമേധയാ നികുതി സുതാര്യത റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇത്തരം റിപ്പോർട്ടിലൂടെ അത്തരം കമ്പനികൾ നികുതി സുതാര്യതയുടെ ഉയർന്ന മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ പങ്കാളികളുടെ വിശാലമായ ശ്രദ്ധയും കൂടുതൽ വിശ്വസ്തതയും നേടാൻ ശ്രമിക്കുന്നു. ഖജനാവിലേക്കുള്ള ആഗോള സംഭാവനയെക്കുറിച്ച് ഒരു സ്വതന്ത്ര ഉറപ്പ് റിപ്പോർട്ട് നൽകുന്നത് അദാനി ഗ്രൂപ്പ് ഒരു പ്രൊഫഷണൽ ഏജൻസിയെ നിയോഗിച്ചിട്ടുമുണ്ട്. വാർഷിക റിപ്പോർട്ടിന്റെ നികുതി സുതാര്യത വിഭാഗത്തിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കൂടാതെ ആഗോളതലത്തിൽ ഗ്രൂപ്പ് കമ്പനികൾ നൽകുന്ന വിവിധ തരം നികുതിയെയും മറ്റ് സംഭാവനകളെയും കുറിച്ചുള്ള വിശദാംശങ്ങളും നികുതിയോടുള്ള ഗ്രൂപ്പിന്റെ സമീപനവും ഇതിൽ ഉൾപ്പെടുന്നു. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലുതും അതിവേഗം വളരുന്നതുമായ വൈവിധ്യമാർന്ന ബിസിനസ്സുകളുടെ പോർട്ട്ഫോളിയോയാണ്. ഊർജം, യൂട്ടിലിറ്റികൾ, ഗതാഗതം, ലോജിസ്റ്റിക്, വിമാനത്താവളങ്ങൾ, ഷിപ്പിംഗ്, റെയിൽവേ എന്നിവ ഉൾപ്പെടെ ലോഹങ്ങൾ, വസ്തുക്കൾ, ഉപഭോക്തൃ മേഖലകൾ എന്നിവയിലുടനീളം താൽപര്യമുള്ള അദാനി ഗ്രൂപ്പ് വിപണിയിൽ ഒരു നേതൃസ്ഥാനം സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. സുസ്ഥിര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്ര നിർമ്മാണം, നന്മയോടുള്ള വളർച്ച എന്നീ പ്രധാന തത്വശാസ്ത്രമാണ് ഗ്രൂപ്പിന്റെ വിജയത്തെ നയിക്കുന്നത്. സുസ്ഥിരത, വൈവിധ്യം, പങ്കിട്ട മൂല്യങ്ങൾ എന്നിവയുടെ തത്വത്തിൽ അധിഷ്ഠിതമായ അതിന്റെ CSR പ്രോഗ്രാമുകളിലൂടെയും പരിസ്ഥിതി സംരക്ഷണത്തിനും കമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തലിനും അദാനി ഗ്രൂപ്പ് പ്രതിജ്ഞാബദ്ധമാണ്.